പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് പുറത്തു വരുന്നത് നിർണായകവും ആശങ്കാജനകവുമായ വാർത്തകളാണ്. മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പാടെ തിരുത്തിക്കുറിക്കുന്ന പുതിയ നയതന്ത്ര പ്രതിരോധ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ തന്നെ അന്താരാഷ്ട്ര സമുദ്രപാതകളിലും വ്യോമ ഗതാഗതത്തിലും കടുത്ത ഭീഷണികളും അനിശ്ചിതത്വവും തുടരുകയാണ്. ഒരു വശത്ത് മേഖലയിലെ സമഗ്രമായ പ്രതിരോധം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് പ്രമുഖ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച ചരിത്രപ്രധാനമായ പ്രതിരോധ കരാർ, മറുവശത്ത് ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധവും ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും. ഈ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ അന്തരീക്ഷത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ചരിത്രപ്രധാനമായ തീരുമാനവുമായാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്കയിൽ നടന്ന ഉച്ചകോടിയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ചേർന്ന് മക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം മൂന്ന് രാജ്യങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണമായി കണക്കാക്കുമെന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും സുപ്രധാനമായ വ്യവസ്ഥ. നാറ്റോ സഖ്യത്തിന്റെ 5-ാം വകുപ്പിന് സമാനമായ ഈ വ്യവസ്ഥ മേഖലയിലെ സൈനിക സഹകരണം, വിവരശേഖരണം, പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുന്നു. കരാറിന്റെ രാഷ്ട്രീയവും സൈനികവുമായ പ്രാധാന്യം വളരെ വലുതാണ്. ആഗോള എണ്ണ വിപണിയിലെ വൻ ശക്തിയായ സൗദി അറേബ്യയുടെ സാമ്പത്തിക ശേഷിയും നാറ്റോ അംഗവും അത്യാധുനിക പ്രതിരോധ വ്യവസായത്തിനുടമയുമായ തുർക്കിയുടെ സൈനിക ശേഷിയും ആണവ ശക്തിയായ പാകിസ്ഥാന്റെ വൻ സൈനിക ബലവും ഒന്നിക്കുന്ന ഒരു പുതിയ നയതന്ത്ര അച്ചുതണ്ടാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. എന്നാൽ ഈ കരാർ ഒരു സൈനിക സഖ്യമോ വിഭാഗീയ കൂട്ടായ്മയോ അല്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേക രാജ്യത്തെ ലക്ഷ്യമിട്ടല്ല ഈ നീക്കമെന്നും ആണവ മത്സരവുമായി ഇതിന് ബന്ധമില്ലെന്നും സൗദി ഭരണകൂടം വ്യക്തമാക്കി. അതേസമയം തങ്ങൾ നാറ്റോയിൽ അംഗമായി തുടരുന്നതിന് ഈ പുതിയ കരാർ തടസ്സമല്ലെന്നും മേഖലയിലെ സമാധാനം ഉറപ്പാക്കാനുള്ള അധിക സംവിധാനവുമായി മാത്രമാണ് ഇതിനെ കാണുന്നതെന്നും തുർക്കി ഔദ്യോഗികമായി വിശദീകരിച്ചു. മേഖലയിലെ കലുഷിതമായ സാഹചര്യങ്ങൾക്ക് കൂടുതൽ തീ പകരുന്നതാണ് അമേരിക്കൻ നാവികസേന ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ കടുപ്പിച്ച ഉപരോധം. ഇറാനിലെ വിവിധ തുറമുഖങ്ങളിലേക്കും തീരദേശങ്ങളിലേക്കുമുള്ള ചരക്ക് കപ്പൽ ഗതാഗതം തടയുന്നതിന്റെ ഭാഗമായി US സെൻട്രൽ കമാൻഡ് നാവിക പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഉപരോധ വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ 51 വാണിജ്യ കപ്പലുകളുടെ ഗതി തിരിച്ചുവിട്ടതായും 2 കപ്പലുകൾ പ്രവർത്തനരഹിതമാക്കിയതായും 2 എണ്ണത്തിൽ കയറി പരിശോധന നടത്തിയതായും US സൈന്യം സ്ഥിരീകരിച്ചു. സംഘർഷം രൂക്ഷമായി തുടരുമ്പോഴും തങ്ങൾ യുദ്ധമോ പ്രാദേശിക വികാസമോ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ തങ്ങൾ വഴങ്ങില്ലെന്നും തങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ അവസാനിപ്പിച്ചാൽ മാത്രമേ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കാതിരിക്കാൻ നയതന്ത്ര ശ്രമങ്ങളും ഊർജിതമാണ്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും ഒമാനും തമ്മിൽ ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ക്രമീകരിക്കുന്നതിന് പ്രാഥമിക ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. നാവിക സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കുകയാണ് ഈ കരാറിന്റെ ലക്ഷ്യം. എങ്കിലും തങ്ങളുടെ സൈനിക ശക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരാക്ചി ആഹ്വാനം ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം ഭീതിയുടെ നിഴലിലാണ് എന്നതിന്റെ തെളിവാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയായ അഡ്നോക് പുറത്തുവിട്ട പ്രസ്താവന. സംഘർഷം ആരംഭിച്ചതിനു ശേഷം തങ്ങളുടെ 15 കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കമ്പനി വെളിപ്പെടുത്തി. ഈ ആഴ്ച മാത്രം 3 അഡ്നോക് കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഈ ദാരുണ സംഭവങ്ങളിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിതരണ തടസ്സങ്ങൾ ഒഴിവാക്കാനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര സമുദ്രപാതയിലെ സഞ്ചാര സ്വാതന്ത്ര്യം മാനിക്കപ്പെടണമെന്നും അഡ്നോക് ആവശ്യപ്പെട്ടു. ഇതിനിടെ സൗദി അറേബ്യയിലെ നജറാൻ ലക്ഷ്യമാക്കി യമനിലെ ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണവും വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ആക്രമണത്തിൽ സൗദി, ഈജിപ്ത്, യമൻ, പാകിസ്ഥാൻ പൗരന്മാർ ഉൾപ്പെടെ 11 സാധാരണക്കാർക്ക് പരിക്കേറ്റു. ഈ നീക്കത്തെ അറബ് ലീഗും അറബ് പാർലമെന്റും കടുത്ത ഭാഷയിൽ അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മേഖലയുടെ സ്ഥിരത തകർക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയ അറബ് രാഷ്ട്രങ്ങൾ സൗദി അറേബ്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. UAEയും സൗദിക്കെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷങ്ങൾ കാരണം ചില ഗൾഫ് റൂട്ടുകളിൽ വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിലും UAEയിൽ നിന്നുള്ള വേനലവധി യാത്രാ തിരക്ക് പരിഗണിച്ച് ഭൂരിഭാഗം സർവീസുകളും സാധാരണ നിലയിൽ തുടരുന്നുണ്ട്. എമിറേറ്റ്സ്, ഇത്തിഹാദ് എന്നീ UAEയിലെ പ്രധാന വിമാന കമ്പനികൾ തങ്ങളുടെ ആഗോള ശൃംഖലയിൽ തടസ്സമില്ലാതെ സർവീസ് നടത്തുന്നുണ്ട്. എങ്കിലും കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് റൂട്ടുകളിലേക്ക് യാത്ര ചെയ്യുന്നവർ വിമാന സമയക്രമം മുൻകൂട്ടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫ്ലൈ ദുബൈ സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. അതേസമയം എയർ അറേബ്യയുടെ ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുവൈറ്റ്, ബഹ്റൈൻ, സൗദിയിലെ അബ്ഹ തുടങ്ങിയ സർവീസുകൾ താൽക്കാലിക തടസ്സങ്ങളും റദ്ദാക്കലുകളും നേരിടുന്നുണ്ട്. ആശ്വാസകരമായ വാർത്ത എന്തെന്നാൽ ഖത്തർ എയർവേസും കുവൈറ്റിന്റെ ജസീറ എയർവേസും ബഹ്റൈൻ, കുവൈറ്റ്, ഇർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ്
സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ, KLM, സിംഗപ്പൂർ എയർലൈൻസ് തുടങ്ങിയ അന്താരാഷ്ട്ര കമ്പനികൾ UAE-യിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. എയർ കാനഡ തങ്ങളുടെ ദുബായ് സർവീസുകൾ 2027 ജനുവരി പകുതിയോടെ മാത്രമേ പുനരാരംഭിക്കൂ എന്നറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് കുറഞ്ഞ 3 മണിക്കൂർ മുമ്പെങ്കിലും എത്താനും ഓൺലൈൻ ചെക്ക് ഇൻ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും കൃത്യമായ യാത്രാ വിവരങ്ങൾ വിമാന കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി പരിശോധിക്കാനും അധികൃതർ നിർദ്ദേശിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ പുതിയ നയതന്ത്ര പ്രതിരോധ സഖ്യങ്ങളും കടൽപാതകളിലെ കടുത്ത സുരക്ഷാ ഭീഷണികളും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. തന്ത്രപ്രധാനമായ നയതന്ത്ര നീക്കങ്ങളിലൂടെയും സംയുക്ത സമാധാന ശ്രമങ്ങളിലൂടെയും മാത്രമേ നിലവിലെ അനിശ്ചിതത്വങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. UAE-യിലെ നിവാസികളും യാത്രക്കാരും വാർത്തകൾ കൃത്യമായി പിന്തുടരുകയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പാലിക്കുകയും ചെയ്യേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. സാമ്പത്തിക പ്രതിസന്ധികളും സമുദ്ര സുരക്ഷാ ഭീഷണികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകളിലൂടെ മേഖല വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.